വീടുകൾ വളരെ രസകരമായ ഒരു ലോകമാണ്. പാർക്കിനേക്കാൾ അപ്പുറം മനോഹരമുള്ള ഒരു ലോകമാണ് അടുക്കള എന്ന് പറയുന്നത്. അടുക്കളയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുട്ടികൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുക, അതിനോടൊപ്പം കസേര എടുത്തുകൊണ്ട് വലിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള സൗണ്ടുകൾ, ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വീടുകളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഷൗട്ട് ചെയ്യുക, ഒച്ച വെച്ച് സംസാരിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഒരു സ്കെച്ച് എടുത്ത് ചുമരിൽ വരച്ചാൽ മതി, അപ്പോഴേക്കും പൊട്ടിത്തെറിക്കും. പുസ്തകവും പേനയും പേപ്പറും എല്ലാം വെച്ചത് ഓർഡർ തെറ്റിയിട്ടാണെങ്കിൽ അപ്പോഴേക്ക് ശബ്ദമായിരിക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു രൂപ എടുത്ത് പോകുന്നു, തിരിച്ചു വരുമ്പോൾ അത് അറിയാതെ എടുത്തു കൊണ്ടുപോയതാണ്, പക്ഷെ തിരിച്ച് കയറി വരുമ്പോൾ തന്നെ ആ കുട്ടിയോട് ഒച്ച വെച്ച് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് 4, 6, 8, 10 വയസ്സുകൾക്കിടയിലാണ് ഈ രക്ഷിതാക്കൾ കുട്ടികളോട് ഒച്ച വെച്ച് സംസാരിക്കുന്നത് കാണാറുള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയ ഒരു കാര്യം, ഒരു 90% രക്ഷിതാക്കളും കുട്ടികളോട് ഒച്ച വെച്ച് സംസാരിക്കുന്നവരാണ്. ഒച്ച വെച്ച് സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, അതിൻ്റെ ഭാവി എന്താണ് ആ കുട്ടിയിൽ ഉണ്ടായിത്തീരുക? പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ കുട്ടികളിൽ സംഭവിക്കും. ഒന്ന്, വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണതയിലെത്താത്ത ഒരു സമയമാണ്. അതിൻ്റെ തലച്ചോറിൻ്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഷൗട്ട് ചെയ്യുന്ന സംഭവങ്ങൾ, ഒച്ച വെക്കുന്ന സംഭവങ്ങൾ ഈ കുട്ടികൾ കേൾക്കുന്നതോടുകൂടി ബ്രെയിൻ ഡെവലപ്മെന്റിനെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ്. രണ്ടാമത്തത്, ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള ഡിസോർഡേഴ്സ്, പ്രശ്നങ്ങൾ കുട്ടിയിൽ ആങ്സൈറ്റി ഉണ്ടാകും, ഡിപ്രഷൻ, വിഷാദം ആ കുട്ടികളിൽ ഉണ്ടാകും. അതായത് കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് വലിയവരുടെ മനസ്സിന്റെ അത്ര പാകപ്പെട്ടിട്ടില്ല. ഈ മുതിർന്ന ഒരാൾ ചെറിയ ഒരാളോട് സംസാരിക്കുമ്പോൾ, വലിയ സൗണ്ടിൽ സംസാരിക്കുമ്പോൾ, ആ കുഞ്ഞിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളിലൂടെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അവന്റെ ഭാവി ലൈഫിനെയാണ് ബാധിക്കുക. ക്രോണിക് പെയിൻ എന്ന് പറയുന്ന ശരീരത്തിലെ വേദനകൾ കുട്ടികളിൽ ഉണ്ടായിത്തീരുമെന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു 15-20 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 30 വയസ്സാകുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ആ കുട്ടിയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറുപ്രായത്തിലേക്ക് അവന്റെ മനസ്സിൽ കൊണ്ടുപോയാൽ മനസ്സിലാക്കാൻ കഴിയും, അന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന ഒച്ചവെച്ചക്കലുകൾ കേട്ടുകൊണ്ട് വളർന്ന ഒരു കുട്ടിയായിരുന്നു, അത് ഭയങ്കര അസ്വസ്ഥത കുട്ടികളിൽ ഉണ്ടാക്കിയെന്ന്. ആ കുട്ടികൾ സമൂഹത്തോട് ഇടപെടുന്നതും അതേ സൗണ്ടിലായിരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടി നിങ്ങളുടെ ഏതെങ്കിലും സ്വഭാവങ്ങളെ അനുകരിച്ചിട്ടുണ്ടോ നോക്കിയാട്ടെ. നിങ്ങളുടെ കുട്ടി 10 വയസ്സുകാരനാണെങ്കിൽ ആ 10 വയസ്സുകാരൻ 5 വയസ്സുകാരനോടോ 5 വയസ്സുകാരിയോടോ ഒച്ച വെച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങളുടെ ഒച്ചവെക്കൽ അനുകരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഇത്തരം പേഴ്സണാലിറ്റി പ്രോബ്ലം അത് അവന്റെ സമൂഹത്തോട്, അവൻ ഇടപെടുന്ന ആളുകളോടും ഇതേ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നതാണ്. പിന്നെ വൈകാരികമായ പക്വത, ഇമോഷൻ ഡെവലപ്മെന്റ് ആ കുട്ടിയിൽ മെച്ചേർഡ് ആവുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിനൊക്കെ നോക്കി സംസാരിക്കുക. തെറ്റുകൾ ഏതാവട്ടെ അത് തിരുത്തുന്നതിന്റെ മാർഗങ്ങളുണ്ട്. പ്രവാചകർ ഒരിക്കൽ ഇരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയം, ഒരു കുട്ടി എല്ലാ ഭാഗത്തേക്കും ഭക്ഷണത്തിന്റെ ഭാഗങ്ങളിൽ കൈകൾ ചലിപ്പിക്കുമ്പോൾ ആ കുട്ടിയോട് പറഞ്ഞ വാക്ക് വളരെ മൃദുലമായതായിരുന്നു, വളരെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ, അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ആദ്യം ആ ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലേണ്ട, ഉരുവിടേണ്ട മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ശേഷം വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു, അടുത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചെറിയ വാക്കുപയോഗിച്ചിട്ടായിരുന്നു ഉപദേശിച്ചിരുന്നത്. അത് കല്ലെറിഞ്ഞ സമയത്തും അവനോട് ഒരു മാമ്പഴത്തിലേക്ക് കല്ലെറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവന്റെ മാനസിക നില മനസ്സിലാക്കി ആ കുട്ടിയോട് പറയുന്നു, അരുത്, ഇത് മാമ്പഴത്തിനും മറ്റുള്ളതിനും കേട് സംഭവിക്കുന്നതാണ്. ആ ഒരു ശൈലിയാകുമ്പോൾ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും വളർച്ച ഉണ്ടാവുന്നതിനോടൊപ്പം അവൻ നല്ല സ്വഭാവത്തിന്റെ രൂപീകരണം അവനുണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള
ഒരു സംസാര ശൈലി നിങ്ങൾ കുട്ടികളോട് സ്വീകരിക്കുക. എങ്കിൽ മക്കളിൽ നന്മയുള്ള പേഴ്സണാലിറ്റി, വ്യക്തിത്വം നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.